എല്ലാവർക്കും നമസ്കാരം. അശ്വതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ മനോജ്. പ്രായമരു എന്ന ചിത്രത്തിന് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി, മമിത ബൈജു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രം. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ഒറ്റ വാക്കിൽ പറഞ്ഞ നൈസ് മൂവി. ഗിരീഷ് ഷെഡിക്കൊപ്പം ഇതിനെ തിരക്കഥ ചെയ്തിരിക്കുന്നത് കിരൺ ജോണി. ഇതിൻ്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് വിജയ് മോഹൻ. നല്ല ഗാനങ്ങളും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഫോട്ടോഗ്രാഫി അജ്മൽ സാബു. എഡിറ്റിംഗ് ആകാശ് ജോസഫ്. എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി ഗ്രാമാന്തരീക്ഷത്തിലുള്ള ആ ഒരു രീതി കംപ്ലീറ്റ് ആയിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്ര സ്മൂത്തായിട്ടാണ് സിനിമ പോകുന്നത്. ഇതിൽ എല്ലാവരും പെർഫോമൻസ് വഴി എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് നിവിൻ പോളി. അപ്പോൾ ഇതിൽ ആ കറക്റ്റ് ആ പ്രായത്തിൻ്റെ ആ ഒരു സ്പേസ് പിടിച്ചിട്ട് അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. പിന്നെ മഹിള അതിന് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ഒരു പെൺകുട്ടി, ക്രിസ്ത്യൻ പെൺകുട്ടി. അങ്ങനെ അധികം ക്യൂട്ട്നെസ് ഒന്നുമില്ല, അധികം മേക്കപ്പ് ഇല്ല, അധികം സെൻറ്റിമെൻസ് ഒന്നുമില്ല. അപ്പോൾ വന്നവിടെ തന്നെ കുറച്ച് ഇങ്ങനെ ഒരു കരഞ്ഞ് മെഴുകുന്നുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് മമിത തന്നെയാണ്. നിവിൻ പോളിയും മമിത ബൈജുവും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഓം ശാന്തി ഓശാനൻ്റെ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് സിനിമകളുടെ റെഫറൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബാക്കിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കൗണ്ടറുകളാണ് ഭയങ്കര രസം. അതിൽ സംഗീത് പ്രതാപുണ്ട്, നമ്മുടെ അമൽ ഡേവിസ്, ഫാമിലിയിലെ അമൽ ഡേവിസിനെ കൊണ്ടുള്ള ഇതൊന്നും പറയണ്ട. പിന്നെ സുരേഷ് കൃഷ്ണ, വില്ലനായിട്ട് അഭിനയിക്കുന്ന സുരേഷ് കൃഷ്ണ ഈ സിനിമയിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ തുടക്കം എന്ന് പറയുന്ന സിനിമേൻ്റെ ഒരു റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ എടുത്ത് ചാടുന്ന ഒരു സിനിമയൊക്കെ സീനൊക്കെ നല്ല രസമായിട്ട് തന്നെ സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്നത് ശ്യാമോ, ഇതിലെ നെഗറ്റീവ് ക്യാരക്ടർ. എന്തൊരു പെർഫോമൻസാണ് പുള്ളിയുടെ. അദ്ദേഹത്തിന് മലയാള സിനിമ വേണ്ടത്ര അവസരങ്ങൾ നൽകുന്നില്ല എന്നൊരു ആക്ഷേപം സത്യം പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു ചാക്യാറായിട്ടാണ് അഭിനയിക്കുന്നത്. ആ മസിൽ കൊണ്ടുള്ള ആ ഒരു ഉറപ്പിക്കുന്ന മുഖത്തോടുള്ള എക്സ്പ്രഷനൊക്കെ നല്ല ചിരി വരുന്ന രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്താര റെഫറൻസ് വരുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള അളവിലാണ്, അങ്ങനെ ഓവർ ആക്കാണ്ട്, കോമഡി ഓവർ ആക്കാണ്ട് തന്നെ കൃത്യമായിട്ട് സ്പേസ് പിടിച്ച് കാണിച്ചാൽ അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ റോഷൻ ഷാനവാസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ല ഇങ്ങനെ വായ നോക്കി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ രീതിയിലുള്ള ഒരു പയ്യൻ, മൈസൂർ പാക്ക്, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പ്രേക്ഷകന് മനസ്സിലാവും. പിന്നെ ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു നടനുണ്ട്, പേരെനിക്ക് ശരിക്കും കിട്ടുന്നില്ല, ഒരു കൂടുതലാണെന്നില്ല. ആ ലിസ്റ്റിൽ കയറി പോകുമ്പോൾ ഇത് അടിച്ചു മാറ്റിയതല്ല, കഷ്ടപ്പെട്ട് അള്ളി എടുത്തതാണെന്ന് പറയുന്നത് ഭാവയെ കുറിച്ച്. അയാൾ ഓരോ വാക്ക് പറയുമ്പോൾ ചിരി വരും. ഇത് ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് പാടാണ്. രവീന്ദ്രൻ OTT വരാൻ വേണ്ടിയിട്ട് കാത്തിട്ട് തിയേറ്ററിൽ തന്നെ കാണാം. മറ്റേ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നല്ല, ഈ സിനിമ എനിക്ക് ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് കാണാം, ചിരിച്ചു മറിഞ്ഞ് അങ്ങനെ ഒരു കണ്ടു പോകേണ്ട ഒരു മൂവിയാണ്. പ്രേക്ഷകർ ആദ്യ അവസാന ചിരിൻ്റെ കാരണം ഇതിലെ സംഭാഷണ ശകലങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇതിൻ്റെ കഥ പറയുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അവരത് പറയുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് അനുഭവപ്പെടും. അതായത് അതിൽ പറയുന്ന കൗണ്ടറുകൾ, സംഭാഷണങ്ങൾ, ചെറിയ ചെറിയ കൊച്ചു എന്താ പറയുന്ന സംഭാഷണ ശകലങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര അധികം ചിരിച്ചിട്ടില്ല ഒരു സിനിമ, സത്യം പറഞ്ഞില്ല. പിന്നെ ഇതിലൊരു ചെറിയൊരു നെഗറ്റീവ് പറയാനുള്ളത്, ഇൻ്റർവെല്ലിന് ശേഷം സിനിമ കുറച്ചൊന്ന് കാണാൻ തിരക്കഥയിൽ ചെറിയൊരു പാളിച്ച വരുന്നുണ്ട്. കുറച്ചിങ്ങനെ വലിച്ച് നീട്ടിയ പോലെ തോന്നി, ലാഗ് ചെയ്ത തോന്നി. പിന്നെ ക്ലൈമാക്സ് പെട്ടെന്ന് അവസാനിപ്പിച്ച പോലെ തോന്നി. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഇവർക്ക് ആകാമായിരുന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് പ്രേക്ഷകർ വരും. പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യില്ല. സിനിമ കണ്ടു കഴിഞ്ഞൊരു നിരൂപണ ബുദ്ധിയോട് കൂടിയിട്ട് ആലോചിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ഇന്നാവുകയാണ്. ഇന്നായിട്ട് അങ്ങനെ ഉല്ലസിച്ച് ചിരിച്ച് അങ്ങനെ ആ കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മളങ്ങനെ പോകുന്നു. അത്തരം സിനിമകൾ നമുക്ക് മലയാള സിനിമയിൽ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൽ പാർവതി അയ്യപ്പദാസ്, മറ്റേ സംഗീത് പ്രതാപിൻ്റെ നായികയായിട്ട് അഭിനയിച്ചതാണ്. എല്ലാവരും പെർഫോമൻസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. റോൾ ശരിക്കും അതിൻ്റെ മീറ്റർ പിടിച്ചിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഇത് ഹാസ്യത്തിന് വേണ്ടിയിട്ട് ഹാസ്യം ഉണ്ടാക്കലല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഇതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിച്ച് കഴിഞ്ഞിട്ട് പ്രതിഫലം വാങ്ങിയിട്ട് അവരുടെ റെമ്യൂണറേഷൻ വാങ്ങിയിട്ട് പോകുന്ന ആ ഒരു രീതിക്കല്ല ഈ സിനിമയിൽ അഭിനയിച്ചു പോയിട്ടുള്ളത്. ഈ സിനിമ നന്നാവണം, ഇത് തിയേറ്ററിൽ പ്രേക്ഷകർ കാണണം എന്ന് 100% ആഗ്രഹിച്ചിട്ട് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആണ് എല്ലാ ആർട്ടിസ്റ്റുകളും
ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് നമുക്ക് വേറെ തന്നെ അത് മനസ്സിലാവും കണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു വലിയൊരു കൈയടി കൊടുക്കാറുണ്ട്. എന്തായാലും ഈ ഓണം നിവിനും നമിതയും ഗിരീഷ് ഷെട്ടി ആൻഡ് ക്രൂ തൂക്കി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവർക്കൊരു ബിഗ് സല്യൂട്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കാണാത്ത എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നു. നമസ്കാരം.